وصحبه الفائزين برضا الله. أما بعد أيدركني ضيما وأنت ذخيرتي وأظلام في الدنيا وأنت نصيري وعار على راعي الحمى وهو قادر إذا ضاع في البيداء قال بعيدي. ഈ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ മഹത്തുക്കൾ ഹബീബിന റസൂലുള്ളാഹി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീലാണ് നാം നിലകൊള്ളുന്നത്. അവിടത്തോടുള്ള ഇഷ്ക് വെച്ചുകൊണ്ടാണ് ഈ വേദിയൊക്കെ ഒരുക്കിയിട്ടുള്ളത്. പാടാൻ പോകുന്നതും പറയാൻ പോകുന്നതും മദ്ഹുകളും മനാക്കിബുകളുമാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം. ഈ പ്രദേശത്ത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടല്ല നമ്മൾ വരുന്നല്ലേ, ആദ്യമായിട്ടാണ് വരുന്നത്. വന്ന പാടെ തന്നെ ഞാൻ ഞെട്ടിയിട്ടില്ല. സാധാരണ രീതിയിൽ സമ്മാനം കൊടുക്കാറുണ്ട്, അത് മൊമെന്റോ വെക്കും, അങ്ങനെ ഷോക്കേസ് എന്നറിയാന്നില്ലാണ്ട് അതുകൊണ്ട് വല്ല മൻഫയത്തുണ്ടെന്ന് എനിക്ക് തോന്നില്ല, ഒരു ഉപകാരം. എന്നാൽ ഇവിടെ കൊടുത്ത സമ്മാനം കണ്ടിട്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട്. എക്കാലം ഉപകരിക്കുന്നത്. ആരാണോ ആ ഫർണിച്ചർ ഉടമ? ഇവിടെ ഉണ്ടോ സിറാജ് ഖാൻ? ആ ഫർണിച്ചർ ഉടമ ഇവിടെ ഉണ്ടോ? ഏതായാലും അല്ലാഹു ഓരോ ബിസിനസ്സിൽ വലിയ ബർക്കത്ത് നൽകട്ടെ. ഭയങ്കര സംഭവം തന്നെ. ഞാനത് മനസ്സിലാക്കിയത് നിങ്ങളെ രക്ഷിതാക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. 170ഓളം കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. ഞാൻ ഉസ്താദ് കയറി വരുന്ന സമയത്ത് ഉസ്താദിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഇതാണ് മക്കളുടെ കാര്യത്തിൽ രക്ഷിതാക്കന്മാർക്കുണ്ടാകുന്ന കൺകുളിർമ. കൺകുളിർമ ഉണ്ടാകും. ഞാൻ ശരിക്കും ഉസ്താദിന്റെ ഫേസാ റീഡ് ചെയ്തത്. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്ന് വരുമ്പോ ഉള്ളിലുണ്ടാകുന്ന എന്റെ മകളെ കൊണ്ട് റബ്ബ് എങ്ങനെ ഒരു സംഗതി കിട്ടിയല്ലോ എന്നുള്ളത്. ഞാനൊരു പാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നാടിനെ അളക്കാൻ ഇതിൽ ഏറെ സംഭവം വേണം. ഒരു ചാക്ക് അരി അത് മനസ്സിലാക്കണമെങ്കിൽ അതൊന്നായിട്ട് ചൊരിയേണ്ട ആവശ്യമില്ല, കുത്തിയെടുത്ത് നോക്കിയാൽ മതി. ഇവിടുത്തെ സമ്മാനങ്ങളോ വിദ്യാർത്ഥികളുടെ അച്ചടക്കങ്ങളോ സംഘാടനവും എല്ലാം എന്നെ വല്ലാതെ ആകർഷിച്ചു. നമുക്ക് മദീനയിലേക്ക് കിടക്കാം. ഈ പരിപാടിയിലേക്ക് ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാ ആളുകളെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. രചിച്ചു വെച്ച പഴയകാല പടപ്പാട്ടുകൾ ആസ്വദിക്കാം. ഉറുദു കാവ്യ സമാഹരണാത്തെ ശരി തങ്ങളെ പ്രകീർത്തിച്ച പോലെ നല്ല ഖവാലി ആസ്വദിക്കാം. करो
ഇടയിലും ചോദ്യങ്ങൾ ഉണ്ടാകും. കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറയുന്ന ആളുകൾക്ക് അതിന്റെ ക്യാഷ് അവാർഡ് ഉണ്ടാവുമോ? ഇങ്ങനത്തെ മനുഷ്യന്മാരെ കിട്ടല് വളരെ അപൂർവമാണ്. എല്ലാവർക്കും കൊടുക്കാണ്ടോലെ ക്യാഷ്, എല്ലാവർക്കുള്ള ക്യാഷും ഉണ്ട്. അതുകൊണ്ട് ചോദ്യങ്ങൾ വരുമ്പോൾ കൃത്യം ഉത്തരം വിളിച്ചു പറയരുത്. ഓരോ ചോദ്യം ചോദിച്ചാൽ പാട്ട് കഴിഞ്ഞാൽ കൈ ഉയർത്താൻ വിളിക്കുന്ന ആളുകൾക്ക് സ്റ്റേജിലേക്ക് കയറി വരാം. ശരിയുത്തരം പറയുന്ന ആളുകൾക്ക് ഞങ്ങൾ അപ്പൊ തന്നെ ക്യാഷ് അവാർഡ് നൽകുകയും ചെയ്യും. എവിടുന്നോ കുറച്ച് പാട്ടുകാർ വന്ന് പാട്ടൊപ്പിക്കുക എന്നുള്ള തോന്നലുള്ള ആളുകൾ കൂട്ടത്തിൽ ഉണ്ടാകും. ഇത് നിയാസ് കാന്തപുരം അധ്യാപക കോഴ്സ് DLED കഴിഞ്ഞ ആളാണ്. നിലവില് കേന്ദ്ര സർക്കാരിന്റെ സാംസ്കാരിക ബോർഡായ സൗത്ത് സോൺ കൾച്ചർ സെന്ററിന് കീഴിൽ അസിസ്റ്റന്റ് ട്രെയിനർ പദവിയും ഇപ്പോ കേരള ഗവൺമെന്റിന്റെ ഡയമണ്ട് ജൂബിലി ഫെലോഷിപ്പ് അഥവാ സാംസ്കാരിക വകുപ്പിന് കീഴിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണ് നിയാസ് കാന്തപുരം. മുഹമ്മദ് റസാഖ് സേഫ്റ്റി ഓഫീസർ കോഴ്സ് കഴിഞ്ഞ് MBA പഠനം നടത്തിയ മുഹമ്മദ് റസാഖ് നിലവിൽ സാംസ്കാരിക വകുപ്പിന് കീഴിൽ ഡയമണ്ട് ജൂബിലി ഫെലോഷിപ്പ് ആർട്ടിസ്റ്റാണ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണ്. മജീദ് ഓമാനൂര് സംസ്ഥാന സാഹിത്യോത്സവം, സംസ്ഥാന സ്കൂൾ കലോത്സവ പ്രതിഭാസം തെളിച്ച ഓമാനൂരിലൂടെ പഴയകാല പടപ്പാട്ടുകൾ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം. സംസ്ഥാന സാഹിത്യോത്സവ പ്രതിഭയാണ്. അതോടൊപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സഫ്വാനിലൂടെ ഖവാലി ആസ്വദിക്കാം. നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ താളം തരുന്ന ആളാണ് റിയാസ്. മലയാളിയല്ല, അൻഡമാൻ സ്വദേശിയാണ്. ഒന്നെങ്കിൽ ഉറുദു അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് സംസാരിക്കുക. അച്ചിരി മാത്രമേ മലയാളത്തിൽ കണ്ടില്ലേ? മലയാളത്തിൽ ചിരിക്കും, ബാക്കിയൊക്കെ സംസാരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഉറുദു അല്ലെങ്കിൽ ഇംഗ്ലീഷ്. ഒന്നൊന്നര താളാതിരുന്നത് പാടിയും പറഞ്ഞും നമ്മുടെ സ്ട്രെസ് നീക്കി മുഴുവൻ മദീനയിലേക്ക്. നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടം പ്ലാറ്റ്ഫോം മദീനയാണ്. നമ്മുടെ മനസ്സിനെ പറഞ്ഞേക്കുന്നത് മദീനയാണ്. മുഹമ്മദ് തുടക്കം കുറിച്ചതും അത് നമ്മുടെ മുഹമ്മദ് റസ തുടക്കം കുറിച്ചതും മദീനയെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. പാടാം, നമുക്ക് നന്നായിട്ട് സന്തോഷിക്കാം. ഹബീബ് റസൂലുള്ളാഹി, ഹബീബ് റസൂലുള്ളാഹി. നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് തുടക്കം കുറിക്കാം. സഫ്വാൻ ഹൽ ഹലോ hello 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 basmala pugalaravathil hamd chindunne വിസ്മയ പുതുവാദനത്താൽ മദ്ഹ് പാടുന്നേ. വസ്മല പുകളാരവത്തിൽ ഹംദ് ചിന്തുന്നേ. വിസ്മയ പുതുവാദനത്താൽ മദ്ഹ് പാടുന്നേ. മണിദീപ പനിനീരിതളിൽ സ്തുതിയോതി വാഴ്ത്താം. ഗുണമേറും മദന കടലിൽ മകൾ ഗീത
ആസ്വദിക്കാം. മുഹമ്മദ് റസ ആലാപന വേളയിൽ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഞാനൊരു ചോദ്യം തരാം. ഹബീബ് റസൂലുള്ളാഹി, ഹബീബിന റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയുടെ ചാരേ നിന്നുകൊണ്ട് കവിത ചൊല്ലുകയാണ്. ആ കവിതയിലൂടെ തന്റെ ആവശ്യം മുഴുവനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുക. എന്ത് ആവശ്യം? എന്റെ ഹബീബ് റൗളയുടെ ചാരേ നിന്നുകൊണ്ടാണ് പാടുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം. എന്റെ ഹബീബ്, ഞാൻ എവിടെയാണെങ്കിലും എന്റെ റൂഹിനെ ഈ റൗളയിലേക്ക് ഞാൻ പറഞ്ഞേക്ക് മാത്രല്ല, എനിക്ക് പകരമായിട്ട് എന്റെ റൂഹ് റൗളയുടെ തിരുകോണുകളിലെല്ലാം തന്നെ ചുംബിക്കാറുണ്ട്. എന്നാ ഇപ്പൊ വന്നിട്ടുള്ളത് എന്റെ റൂഹ് ഉൾക്കൊള്ളുന്ന ശരീരവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എനിക്ക് അപേക്ഷയുണ്ട്, അതെന്റെ ഒരു ആഗ്രഹമാണ്, അതിന്റെ ജീവിതാഭിലാഷമാണ് എന്റെ ഹബീബ്. അവിടുത്തെ ബർക്കത്താക്കപ്പെട്ട കരം എനിക്കൊന്ന് നീട്ടിത്തരണം, അതെനിക്ക് പിടിക്കണം, ചുംബിക്കണം, എന്റെ അധരങ്ങൾക്ക്, എന്റെ ചുണ്ടുകൾക്ക് ഭാഗ്യം കിട്ടണം ഹബീബേ എന്ന് പറയേണ്ട താമസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കരം റൗളയിൽ നിന്ന് നീട്ടിക്കൊടുക്കും. അത് പിടിക്കാനും ചുംബിക്കാനും ഭാഗ്യം കിട്ടിയ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മഹാമനീഷി ആരെന്ന് നിങ്ങൾക്ക് ഞാൻ വിളിക്കാം പറഞ്ഞു തീർന്നോട്ടെ. ആരെന്ന്, ആ മഹാമനീഷി ആരെന്ന് നിങ്ങൾക്ക് കണ്ടെത്താം. റസയുടെ ഇശലിന് ശേഷം എല്ലാവർക്കും അവസരമുണ്ട്. ക്യാഷ് തീരുന്നത് വരെ റസയുടെ ഇശലിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇൻഷാ അല്ലാഹ് ഉത്തരം കണ്ടെത്തുന്ന ആളുകൾക്ക് കൈ ഉയർത്താം. റസ मुस्तफा मुस्तफा आका आका या शाग मदीना वरदा वरदा मलम आशिक शेदा आका आका या शाग मदीना वरदा वरदा मलम आशिक शेदा
ശിശുഹസന്റെയും കാടായിക്കലിന്റെയും കണ്ണൂർ ജില്ലയാകുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റില്ല ഇച്ചമസ്ഥാൻ എവിടെയാണെന്നറിയോ? കണ്ണൂരാണ്. സൂഫി ചിന്തകളിൽ കണ്ണൂർ സിറ്റി ജുമാഅത്ത് പള്ളിയുടെ ചാരിയാണ് മഹാനവറുകൾ ദേശനമുള്ളത്. ഖാദിരിയ സരണിയിലൂടെ ജീവിച്ച മഹാമനീഷിയായിരുന്നു ഇച്ചമസ്ഥാൻ. അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ അർത്ഥം സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് ഗ്രഹിച്ചോണമെന്നില്ല. എന്നല്ല, പ്രത്യക്ഷത്തിൽ അദ്ദേഹം ഈ പാത്രക്കച്ചവടക്കാരനായിരുന്നു. എന്നാൽ ഇച്ച മസ്താന്റെയും ഹാജി അബ്ദുറസാഖ് മസ്താന്റെയൊക്കെ വരികളിലൂടെ ഒരു ഇശൽമാല നന്നായിട്ട് ഇൻഷാ അല്ലാഹ് ആസ്വദിക്കാം. മൊയ്ൻകുട്ടി വൈദ്യരെ സംബന്ധിച്ച് ഒരു കാലഘട്ടത്തിൽ നമ്മൾ വൈദ്യരെ സംബന്ധിച്ച് പഠിച്ചിട്ടില്ല. വൈദ്യരെ പാട്ടുകൾ മാത്രമേ പാടില്ല. 1947 കാലഘട്ടത്തിൽ കോഴിക്കോട് വെച്ച് നടന്ന ഒരു സാഹിത്യ ചടങ്ങിലൂടെ കവി ഉബൈദ് നടത്തിയ പ്രഭാഷണമാണ് വൈദ്യരെ സംബന്ധിച്ച് പഠിക്കാൻ തുടങ്ങിയത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ഇശൽമാല മജീദ് ഓമനൂര് നിയാസ് അത് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലേ, ആരിങ്ങോട്ട് വരണ്ട, കൈ ഉയർത്തിയാൽ മതി. വിളിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് സ്റ്റേജിലേക്ക് വന്നാൽ മതി. ആ ഷറഫാക്കപ്പെട്ട കൈ പിടിക്കാൻ ഭാഗ്യം കിട്ടിയ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മഹാമനീഷി ആരെന്നുള്ള കൈ ഉയർത്തിയാൽ മാത്രം മതി. വേദിയിലേക്ക് വരണമെന്നില്ല. ആരും നിങ്ങൾ ആരും എന്റെ പേര് പറഞ്ഞല്ലോ. എങ്ങനെ? വെളിയങ്കോട് ഉമർക്കാദി ആവാൻ ചാൻസ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ഉത്തരം പറയല്ല. നോക്കാം നമുക്ക്. അറിയുന്ന ആളുകൾക്കൊക്കെ കയ്യോർത്താം. നിങ്ങള് ജൂറിയിലേക്കാണ് ഞാൻ കണക്കാക്കി. അതെ, കയ്യോർത്താം. എല്ലാവർക്കും കയ്യോർത്താം. മാഷാ അല്ലാഹ്, നിരത്തി കയ്യോർത്തുന്നുണ്ട്. ഇനിയുണ്ടല്ലോ ഈ ഭാഗത്തും കയ്യോർത്താം. അറിയുന്ന ആരായിരിക്കും എന്നുള്ളത് വെളിയങ്കോട് ഉമർക്കാദി തങ്ങളാണോ അല്ല വെളിയങ്കോട് ഉമർക്കാദി തങ്ങളല്ലാത്തവരാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച, അല്ലേ? ഇനി ആരുള്ളത് അവിടെ ആ ഭാഗത്ത്? ആ മോനെ കയ്യോർത്തിയ വരാം. ആ മോനൊന്ന് വന്നോട്ടെ. അല്ല, ഉമർക്കാദി തങ്ങൾ അങ്ങനെ ഉത്തരം വിളിച്ച് പറയാൻ തെറ്റൊരിക്കലും. ആരും സമതുടയോന്റെ ഹബീബുള്ള സ്വർഗീയ രാജാ റസൂലുള്ള സകലരിലും ഗുണമേകിയ ത്വാഗ നിറയ റസൂലോരേ നല്ല മദ്ഹുജൂരേ ആലത്തിനൊളിവിൽ മുത്ത് റസൂലുള്ള മുത്ത് ഹബീബുള്ള സമതുടയോന്റെ ഹബീബുള്ള സ്വർഗീയ രാജാ റസൂലുള്ള അല്ലാഹു ബദരീങ്ങളെ ഹിമായത്ത് നൽകുമാറാവട്ടെ. എന്ത് ചെയ്യുന്നു നിങ്ങളിങ്ങനെ പോയണ്ട, മൈക്ക് പൊന്തിച്ചാ പോലെ എന്തൊരു ബുദ്ധിമുട്ടുണ്ടാവും. മൈക്ക് വിളിച്ചിട്ട് ഇങ്ങനെ കുനിയുന്നതോ നിങ്ങളിങ്ങനെ ഏത് വർക്ക്? ചൂളെന്ന സ്ഥലത്തില്ല, അങ്ങനെയൊന്ന് പറയാൻ
ഇവിടെ നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞില്ല, ഇവിടെ ഈടെ എന്നാ പറയാ. അത് ശ്രദ്ധിക്കണം. ഫസ്റ്റ് CHM പോയപ്പോ എന്റെ പേരെന്താന്ന് വെച്ചോക്കുമ്പോ പിന്നെ അതൊന്നൊരു വ്യത്യാസമില്ലേ. എന്റെ പേര് നമുക്ക് എന്റെ പേരല്ലേ അല്ലേ. എന്റെ പേരെന്താന്ന് വെച്ചപ്പോ കുട്ടി ഒരു നിലക്കും പറയുന്നില്ല. നോക്കുമ്പോ എന്റെ പേരും നിന്റെ പേരും രണ്ടായിട്ട് അവിടെ. ഏതാവട്ടെ സിനാൻ ഉത്തരം പറയും അല്ലേ. നമുക്ക് നോക്കാം ആരായിരിക്കും സിനാന്. ആ വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളാവാൻ ചാൻസ് കൂടുതലാണ് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതങ്ങോട്ട് ഉറപ്പിക്കാനായിട്ടില്ല. ഇല്ല, ഒരാൾക്കും കൂടി അവസരമുണ്ട്. ആ ഉത്തരം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളാണെന്നുള്ള ഉത്തരം ശരിയാണെന്ന് സിനാൻ എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഒരാൾ കൂടി അവസരമുണ്ട്. ഒരാളെ കൈകൊട്ടിട്ടുണ്ട്. ഇവിടെ ഒരാളുണ്ടല്ലോ. ഓറ് വരട്ടെ. ഞാൻ ഓറെ വിളിച്ചില്ലെങ്കിൽ ചിലപ്പോ എനിക്ക് തല. നിങ്ങളിങ്ങോട്ട് വരും. നിങ്ങൾക്ക് വരും. ആരാണ് ഈ അവസരം കിട്ടിയത് എന്നുള്ളത് മാത്രമാണ് ആ ചോദ്യം. ഓരോ പേര് പറഞ്ഞു. മാഷാ അല്ലാഹ് ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി. അതെന്താ എന്നോടൊരു പണക്കുള്ള മാതിരി പോലെ വല്ലാത്ത പോക്കായിട്ട്. ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരേ നിന്നുകൊണ്ട് ചൊല്ലിക്കോളി. ഫി ഹാലത്തിൽ ഉഅദി റൂഹി കുന്തു റുസിലുഹാ തുഖബ്ബിലുൽ അർബി വയനായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദി യമീക യദൈക ശഫതി. യമീനക്കെന്ന പാടല് ഏതാട്ടെ തിരക്കൂട്ടുന്നെന്താ നിങ്ങള് പാടില്ല. അള്ളാഹു കബൂൽ ചെയ്യുമാറ. നിങ്ങളെ പേരൊന്ന് പറയൂ. മാഷാ അല്ലാഹ്. പേര് തന്നെ മഹമ്മൂദ്, ഇത് സിനാൻ. രണ്ടൊത്ത പേരുകൾ. ഏതായാലും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ എവിടെയാണെങ്കിൽ എന്റെ റൂഹിനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാം മാത്രമല്ല എന്റെ ഹബീബേ, എനിക്ക് പകരമായിട്ട് എന്റെ റൂഹ് ഇവിടൊക്കെ ചുംബിക്കാറുണ്ട് റൗളയുടെ തിരുകോണുകളിലെല്ലാം തന്നെ. ഇപ്പൊ വന്നിട്ടുള്ളത് എന്റെ റൂഹ് കൊള്ളുന്ന ശരീരവുമായിട്ടാണ്. അവിടുത്തെ ബറക്കത്താക്കപ്പെട്ട കരം എന്ന് എനിക്ക് നീട്ടിത്തരണം. പറയേണ്ട താമസം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ ബറക്കത്താക്കപ്പെട്ട കരം നീട്ടിക്കൊടുക്കും. അത് പിടിക്കാനും ചുംബിക്കാനും ഭാഗ്യം കിട്ടിയ മഹാമനുഷ്യാണ് ഷെയ്ഖ് അഹ്മദുൽ കബീർ. ഏത് വർഷം നീ ഇങ്ങോട്ട് മാറിക്കുന്നത് ഇവിടെ പുത്രാത്തി മുടക്കവാ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഡിഗ്രിയിൽ. ഏത് വർഷം എന്നൊരാൾ ചോദിച്ചാൽ നമുക്ക് പറയണല്ലോ. അങ്ങനെ വർഷം നമുക്കുണ്ടോ? അങ്ങനെ ഏത് ഇസ്ലാമിലെ ചരിത്ര പണ്ഡിതന്മാരിൽ പ്രസിദ്ധനായ ഇമാം ഇബ്നു ഖലീഫ തങ്ങൾ ഈ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. ഹിജറ വർഷം 555-ലാണ്. 90,000-ഓളം ആളുകൾ ഈ ഒരു കാഴ്ച കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് സമ്മാനം കൊടുക്കാം. സാധാരണക്കാരല്ല, അൽഫിഖുദിയാളാ. അല്ലാഹു റഹ്മത്താക്കട്ടെ. ഏതായാലും അല്ലാഹു എല്ലാ നിലക്കുള്ള ഹൈറാത്തിനും. ഇവിടെ ഉണ്ടാവില്ലേ പോയിക്കളിയോ? ഇവിടെ ഉണ്ടാണല്ലോ. കന്നിങ്ങൾക്ക് പോയിരിക്കേ. അത് ഇടയ്ക്കിടെ വിളിക്കട്ടെ. അല്ലാഹു റാഹത്താക്കുമാറാവട്ടെ. നമുക്ക് പഴയതും പുതിയതുമായ പാട്ടുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള നല്ലൊരു ഈശന്മാർ ഇൻഷാ അല്ലാഹ് നന്നായിട്ട് ആസ്വദിക്കാം. ഇവിടെ സമ്മാനം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തോ ഒരു കുറവ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട്. നമ്മളിപ്പോ ദഫ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ എത്തിച്ച്. ഓസ്ട്രേലിയ, ബ്രിസ്ബൻ, ന്യൂസിലാൻഡ്, ഓക്ലാൻഡ്, ഫിജിയിലൊക്കെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അറബൻ ഏകദേശം എത്തി. പാലപ്പാട്ടും മാപ്പിളപ്പാട്ടും എത്തിച്ചു അല്ലെ, അതിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ. പക്ഷെ ഇവിടെ ഒരു കുറവുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് ഒരു സമ്മാനം തരും. അന്യം നിന്ന് പോകുന്ന ഒരു പ്രവർത്തന ബക്കറ്റ് പിരിവ്. ചില ആളുകൾക്ക് മടിയാ. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മൾ പരിപോഷിപ്പിക്കും. ഫോക്കലോറിൽ ഉൾപ്പെടില്ല എന്നുള്ളതല്ല ഇവിടെ വിഷയമാണ്. എല്ലാവർക്കും ഒരു മടി എങ്ങനെ പോകാനൊക്കെ. ഞാൻ പറഞ്ഞ പൂർവികർ എങ്ങനെയാണോ തന്നത് അതേ രീതിയിൽ കൊണ്ടുനടക്കണം എന്നുള്ളത്. സിറാജിക്ക് അവിടെ ഇല്ലേ ബക്കറ്റ് ഉണ്ടാവും? ഉണ്ടോ? ഉണ്ട്. ഞാൻ അതിന്റെ ആളെ അങ്ങെടുക്ക് ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ.
അള്ളാഹു റാഹത്താക്കും. എല്ലാവരും എന്റെ സഹോദര സഹോദരിമാര് മജീദ് ഒമാനൂരിന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പാട്ടാണ്. ആ പാട്ട് ഈ ജനങ്ങൾക്ക് ഇത് പോരട്ടോ. ഇത് ഈ ബക്കറ്റ് വന്നെങ്കിൽ ചെന്നൈ ഓർമ്മ വരുന്നത് മദ്രാസിലെ ബക്കറ്റ് അത് ഉണ്ടല്ലേ. ഏതായാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും എന്റെ സഹോദര സഹോദരിമാര് എല്ലാരും ഇതിലേക്ക് നന്നായിട്ട് അക്കം കഴിഞ്ഞ ഓപ്പറേറ്റർ നിങ്ങൾ ഉടനെ മറക്കരുത് കേട്ടോ. ബിസ്മില്ലാ. എല്ലാവരും നമ്മളെല്ലാരും കിട്ടാം. അങ്ങനെ പോയിക്കോളെ. ബിസ്മില്ലാ. ആലാപന വേളയില് നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഞാനൊരു ചോദ്യം തരാം. സാധാരണ രീതിയിൽ സുബിഹിന്റെ സമയത്ത് ബാങ്ക് കൊടുത്താലുണ്ടാകോ കുറച്ചുകൂടി ഒന്ന് മയങ്ങാൻ തുടങ്ങും. ഒന്ന് പുതപ്പെട്ട് ഒന്ന് കയറ്റിയിടും. കുറച്ചുകൂടി ജമാഅത്ത് പോകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അക്കീലുണ്ടല്ലോ എങ്ങനല്ലേ സുബിന്റെ സമയം ഒന്നുകൂടി ഒന്ന് ഒരു തണുപ്പ് കൂടും. കുറച്ചുകൂടി കിടക്കട്ടെ. പൈശാചികമായ കാര്യമല്ലേ. മഹാങ്ങ രേഖപ്പെടുത്തുന്ന അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് സൂറത്തുൽ ബുറൂജ് നല്ലതാ. വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മഅഊദ് വശാഹിദിൻ വമഷ്ഹൂദ്. ശരീരമാസകരം വേദന ഒരു രക്ഷയില്ല. സൂറത്തുൽ ബയ്യിന വെള്ളത്തിൽ ഓതി മന്ത്രിച്ചാൽ നല്ലതാണ് പറഞ്ഞത്. അങ്ങനെ ഓരോന്ന് വ്യത്യസ്തമായ സൂറത്ത്. ദാരിദ്ര്യം തീരെ ഉണ്ടാവില്ല ഏത് സൂറത്ത് ഓതിയാലും. സൂറത്തുൽ വാഖിയ പതിവാക്കിയ ദാരിദ്ര്യം എങ്കിൽ വിശുദ്ധ ഖുർആനിലെ ആകെ സൂറത്തുകളുടെ എണ്ണം എത്ര എന്ന് നിങ്ങൾക്ക് കണ്ടെത്താം. ഒമാനൂരിന്റെ ഇശലിന് ശേഷം. പാട്ടിന്റെ വൈക്കും ബക്കറ്റ് ആരും മറക്കരുത്. സഹോദരിമാരെ ഭാഗത്തേക്ക് നല്ല കുറച്ച് ഇതുള്ള ഒരാളെ വിടാൻ പറയും. ബക്കറ്റ് താങ്ങാൻ പറ്റുന്ന ഒരാളെ വിടും. തിരുനബി പൂരിശ ചരിതം ഞാനുരക്കുന്നേ പൂവിൽ മദ്ഹ് പാടും നേ തിരുത്വാഹ നബിയിൽ സ്വലാത്തും സലാമും നേ ചൊല്ലി ഞാൻ തുടങ്ങുന്നേ തിരുനബി പൂരിശ ചരിതം ഞാനുരക്കുന്നേ പൂവിൽ മദ്ഹ് പാടും നേ തിരുത്വാഹ നബിയിൽ സ്വലാത്തും
തുമ്പങ്ങ് കാണിച്ചാൽ മതി, ഇങ്ങനെ ആക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ്. ഇനി അതിലും വ്യത്യസ്തമായ ഒന്നാണ് മജീദ് ഒമാനൂരിന്റെ ഏത് നിലപ്പറപ്പ തുറന്നത്, തുറന്നിട്ടുള്ളൂ. ഇനി ബിയും സിയും ബാക്കിയുണ്ടാവും, അത്രക്കും ഇനിയുണ്ട്. പക്ഷെ നമുക്ക് ആസ്വദിക്കാം. ഇതിന് മുമ്പ് ഒരു ചെറിയൊരു നാച്ചർ 3 മിനിറ്റ് ദൈർഘ്യത്തോടെ നാച്ച് ഇൻഷാ അല്ലാഹ് ആസ്വദിക്കാം. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയുന്ന ആർക്കും കൈ ഉയർത്താവുന്ന വിശുദ്ധ ഖുർആനിൽ ആകെ സൂറത്തുകളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് അറിയുന്ന ആർക്കും കൈ ഉയർത്താം. +1 +2 പഠിക്കുന്ന ആളുകൾക്കൊക്കെ കൈ ഉയർത്താം. +1 +2 ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന ആളുകൾക്കൊക്കെ കൈ ഉയർത്താം. 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 11, 12 അറിയുന്ന ആർക്കും കൈ ഉയർത്താം. വിശുദ്ധ ഖുർആനിലെ ആകെ സൂറത്തുകളുടെ എണ്ണം എത്ര എന്നുള്ളതാണ്. ആ സെന്ററിൽ നിൽക്കുന്ന 2 വിദ്യാർത്ഥികളൊന്നും എഴുന്നേറ്റ് നിന്ന് കൈ നോക്കിയാട്ടെ. ആ ചുവപ്പ് ഷർട്ടിട്ട കുട്ടിക്ക് ഇങ്ങോട്ട് വരും. നോക്ക ഇതല്ലേ? ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ പരിഗണിക്കാം. ഏതായാലും കുഞ്ഞു മോനും കൊണ്ട് വന്നതല്ലേ. മോന്റെ പേരാദ്യം മാഷാ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9ൽ പഠിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം? സ്കൂൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം? ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. മദ്രസയിലെത്തിലല്ലേ പഠിക്കുന്നത്? 9ലാണ്. 8, 9. മാഷാ. ഏതായാലും ജയനിൽ നമുക്ക് നന്നായിട്ട് ഉത്തരം പ്രതീക്ഷിക്കാം അല്ലേ? വീട് എവിടെ? ചക്കരക്കല്ല്. മാഷാ അല്ലാഹ്. എന്റെ മൈക്കിന്റെ പിടുത്തം കറക്റ്റാണ്, നൃത്തം കറക്റ്റാണ്, കയറി വന്നത് കറക്റ്റാണ്. ആർക്കാക്കുണ്ട് ഒരു ഉമ്മ ഉണ്ടാവും ഇല്ല? ഉമ്മ ഉണ്ടോ അവിടെ? ഉണ്ടാവും. എത്ര സന്തോഷം ഉണ്ടാവും ഈ സമയത്ത്. ഈ കുട്ടിന്റെ മോനിന് എന്താ പറയാൻ പോകുന്നുള്ള ജിജ്ഞാസയിലുണ്ടാകുക അല്ലേ? എനിക്ക് തോന്നുന്നു ദയാന്റെ ഫേസ് കണ്ടിട്ട് ഉത്തരം കിട്ടില്ല. എനിക്ക് തോന്നുന്നു കിട്ടും. ഉറപ്പ് നോക്ക നമുക്ക്. മാഷാ. എത്ര സൂറത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ? 114. അൽമദീനയിൽ പഠിക്കുന്ന കുട്ടിയാണ് പറയുന്നത് 114 എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാക്കാൻ പറ്റുമോ? ഉറപ്പാ? ഉറപ്പെന്ന് പറയാൻ പറ്റില്ല. ഉറപ്പിക്കേണ്ട ആള് കാപ്പാട്ടുകാരാ. മാസറപ്പിക്കൽ നമ്മളല്ലേ, നില ഉറപ്പിക്കുന്ന നമ്മളല്ലേ. അപ്പൊ 114 ശരിയോ തെറ്റോ എന്നുള്ളത് ഉറപ്പിക്കാം. സയാൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. സയാനെ നമുക്ക് അഭിനന്ദിക്കാം. തക്ബീറോടുകൂടി കയർത്ത പോലെ തക്ബീർ. എല്ലാരും ഉയർത്ത്. ഇത് നോക്കുങ്ങള് ചിരി നോക്കുങ്ങള്. അത് ഒറിജിനൽ ചിരിയാണ്. ഞാൻ ജനിച്ചിട്ട് മോനെ ഞാൻ കണ്ടിട്ടില്ല. ഉമ്മാന്റെ പള്ളയിന്ന് വന്നിട്ട് ആദ്യമായിട്ട് ഇതിനെ കാണണ്ടേ. ചിരി നിങ്ങൾക്ക് വേറെ കാണണോ? ഇവിടെ നോക്കും. അതാ സഫ്വാന്റെ ചിരി. അതാക്കിയ ചിരിയാ. ചിരി 2-3 സൈസ് ഉണ്ട്. ഒന്നുണ്ടല്ലോ നമ്മള് ഇയാളോട് നന്നായിട്ട് സംസാരിച്ച് ഇങ്ങനെ തിരിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടല്ലേ? അങ്ങനത്തെ ചിരികൾ പോകുന്നുണ്ട്. ഇത് ഒറിജിനൽ, ഇത് ഉള്ളിൽ നിന്ന് വരുന്ന ചിരിയാണ്. ഒന്നല്ലേ അഭിനന്ദിക്കുമ്പോഴേ അവനവന്റെ മനസ്സ് വിശാലമാവുകയാണ് ചെയ്യാ. അശാ തങ്ങള് ഡിഗ്രിക്കൊക്കെ ഫസ്റ്റ് കിട്ടിയില്ലേ, ഇനി PG ചെയ്യണം കേട്ടോ. ഒരഭിനന്ദനം കൊടുക്കുമ്പോൾ എന്റെ മനസ്സിന്റെ വിശാലത ആണല്ലോ. എല്ലാരും ഈ സയാൻ മോനെ നമുക്ക് എല്ലാവർക്കും അഭിനന്ദിക്കും. ഒന്ന് കൈ ഉയർത്തിയാൽ മാത്രം പോലെ തക്ബീർ. മാഷാ അല്ലാഹ്. പരിശീറും പൂങ്കാവാണ്, പവിത്രത തിളങ്ങുന്ന താരാപരമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്, ഖുർആനുൽ ഹലീമാണ്, പരിശീറും പൂങ്കാവാണ്, പവിത്രത തിളങ്ങുന്ന താരാപരമാണ്.
മുഹമ്മദ് റസ. മാഷാ അല്ലാഹ്. ഇപ്പൊ നോക്ക് നിങ്ങള് ആ മുഖം ഒന്നുകൂടി ക്ലിയർ ആയില്ലേ? കവർ കിട്ടിയപ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. ചിരിയൊക്കെ ഒന്നുകൂടി കൂടിയിട്ടുണ്ട്. എല്ലാ സൂറത്തും പാരായണം ചെയ്യണ്ടല്ലോ അല്ലേ? അല്ലേ? മിനൽ ജിന്നത്തി വന്നാസിന്റെ ബാക്കി അറിയില്ലേ? ഒരു കാര്യം ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നോട് പറഞ്ഞാൽ മതി. ഇപ്പൊ പറയണ്ട, ഞാൻ ഒന്ന് പോയി ആലോചിച്ചിട്ട് മിനൽ ജിന്നത്തി വന്നാസിന്റെ ബാക്കി ഏതാന്നുള്ളതെന്ന് പറയണം കേട്ടോ. എനിക്ക് എപ്പോഴും സംശയമാണ്. മിനൽ ജിന്നത്തി വന്നാസിന്റെ ബാക്കി ഇന്നതല്ലേ എന്നല്ല ഇങ്ങനെ അടുത്ത് ചോദിക്കും. മിനൽ ജിന്നത്തി വന്നാസ് ഇന്ന ബത്തുഷ റബ്ബിക്കലോ ഷദീദ് ബിന്നോ അങ്ങനെയുള്ള ചോദിക്കലങ്ങൾ ഏതാണ് മിനൽ ജിന്നത്തി വന്നാസിന്റെ ബാക്കി ഏതാന്നുള്ള നിങ്ങളൊന്ന് കണ്ടെത്തിയാൽ മതി. ഓക്കെ, ഒന്നും എനിക്ക് ഇഷ്ടമായിട്ടോ. മൈക്കിങ് മാറ്റിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കട്ടെ. അതൊരു ബുദ്ധിമാന്റെ ലക്ഷണം. അള്ളാഹു റിഫായ് ശൈഖ് തങ്ങളെ ബറക്കത്തുകൊണ്ട് വലിയ ഓർമ്മശക്തി നൽകട്ടെ. അവിടുത്തെ റിഫായ് ശൈഖ് തങ്ങളെ താരീഖ് എടുത്ത് പഠിക്കുമ്പോ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, ഒരു കിതാബ് ഒരു തവണ നോക്കുകയുണ്ടായിരുന്നു. ഒരൊറ്റ നോട്ടത്തിന് ഹിഫ്ളായിരുന്നു ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി. അവിടുത്തെ ബറക്കത്തുണ്ട്. മുത്തനബി തങ്ങളുടെ മദഹാണ് ചെല്ലുന്നത്. ബറക്കത്ത് കൊണ്ട് നമുക്ക് നോക്കുന്നത് കെട്ടയച്ച് ഹൃദ്യസ്ഥമാക്കി ആവശ്യാനുസരണം അതരങ്ങളിലൂടെ ഒരുവിടം നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്ക് റസയുടെ നഅ്ത്ത് ആലപിക്കുന്നതിന് മുമ്പായിട്ട് ഒന്നിച്ചൊന്ന് ഇൻഷാ അല്ലാഹ് ചെല്ലാം. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. എല്ലാരും ഒന്ന് ചെല്ലിക്കോളെ. അല്ല, ചെല്ലിയ വല്ല ഗുണമുണ്ടോ? ഉണ്ടോ മാഷെ? ചെല്ലിയ വല്ല ഗുണമുണ്ടോ? വല്ല ഗുണമുണ്ടോ? ഒരു സംശയമാണ്. സാധാരണ രീതിയിൽ നിങ്ങളേതാ പഠിക്കുന്നത്? നിങ്ങളേതാ പഠിക്കുന്നുണ്ടോ? ഏതാ ഏതാണ് എടുത്ത്? ഫിസിക്സ്. ഇന്ന ബൈത്ത് നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കും. ഫിസിക്സ് നമ്മൾ ഒന്നര തെരഞ്ഞെടുന്ന ആളാണ്. ഫിസിക്സ് BSc ഫിസിക്സ്. ഇങ്ങോട്ട് വരാം. ഇന്ന ബൈത്തിന് എന്താ സാക്കിനെന്ന് വെച്ചാൽ ചെല്ലിട്ട് വല്ല ഉണ്ട്. ഏതായിരിക്കും ആ ഗുണം? ഇതിലൂടെ വരുന്ന സംഗീതം എത്നോ മ്യൂസിക്കോളജിയാണ്. വംശീയ പാരമ്പര്യ സംഗീതമാണ്. അത് ശരീരത്തിലേക്ക് സന്നിവേശിക്കുമ്പോൾ ഡെഡായി കിടക്കുന്ന കോശങ്ങൾ ഉത്തേജിപ്പിച്ചെടുക്കാൻ പറ്റും. കോശങ്ങൾ ഡെഡാകുന്ന സമയത്ത് പലപ്പോഴും വരുന്ന രോഗത ക്യാൻസർ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. മ്യൂസിക് തെറാപ്പി ഒന്ന് അടിച്ചു നോക്കണം കേട്ടോ. ഇതൊക്കെ കൃത്യമായിട്ട് കിട്ടും. എന്തെല്ലാം ഗുണങ്ങളുണ്ട് നമുക്ക്. ബുദ്ധയിലൂടെയും ഷാദുലി റാത്തീബിലൂടെയും അതുപോലെ തന്നെ റിഫായി നഷീദിലൂടെ ഒക്കെ വരുന്നത് എത്രയോ മ്യൂസിക്കോളജിയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചെല്ലാം. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. ഇന്ന ബൈതൻ അൻത സാകിനുഹു. ഞാൻ മൈക്ക് ഒഴിവാക്കാണ്. മൈക്കം ഒഴിവാക്കാൻ നിങ്ങൾ തത്തിക്കോളെ. അതവിടെ കൊടുത്താലേ ഒന്ന് നന്നായിട്ട് പഠിക്കും. ബിസ്മില്ലാ. ഇന്ന ബൈതൻ അൻത ലൈസ മുഹ്താജൻ ഇലാ സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി. ഞങ്ങൾ കഴിഞ്ഞ റബീഉൽ അവ്വൽ തുടക്കത്തിലുള്ളത് ന്യൂസിലാൻഡിനോട് അടുത്തുള്ള ഫിജിയിലാണ് ഉണ്ടായിരുന്നത്. എല്ലാ വീടുകളിലും രണ്ട് സഫായിട്ട് ദഫിന്റെ ആളുകൾ ദയവായി ഇരുന്നിട്ട് ഇവര് മങ്കൂസ് മൗലൂദ് ദഫ് മുട്ടിയിട്ടാ ചെല്ലാം. പള്ളികളിലും വലിയ ഹൽക്ക. ഫിജി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം ഓടാനേ ഉള്ളൂ. ഏകദേശം ഒരു 16 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര നടത്തണം. അവിടെ ഞങ്ങൾ പോയി ഇറങ്ങിയ നാന്തി എയർപോർട്ടിൽ ഞാനും നമ്മുടെ നിയാസ് കാന്തവരും ഇറങ്ങി വെക്കുമ്പോ സാധാരണ രീതിയിൽ നമ്മളൊരാൾ വരുമ്പോ യാത്രക്ക് റാഹത്തല്ലേ എന്ന് വെച്ചാൽ ഇവരാദ്യം എന്താ ചോദിച്ചതെന്ന് അറിയങ്ങള്? ഷെയ്ഖ് സാഹിബിന്റെ ഹാലെന്താണ്, അഥവാ ഷെയ്ഖ് അബൂബക്കർ അഹ്മദിന്റെ ഹാലെന്താണ്? ഖമറുൽ ഉലമ AP ഉസ്താദിനെ സംബന്ധിച്ചാണ് ഭൂമിയുടെ ഒരറ്റം ഞാൻ പറയില്ല. ഫിജിനെ കൊണ്ട് 16 മണിക്കൂറോളം ഫ്ലൈറ്റ് യാത്ര ചെയ്ത് അവിടെ ഇറങ്ങിയപ്പോ ആദ്യം ചോദിക്കുന്നത് ഷെയ്ഖ് അബൂബക്കർ അഹ്മദിന്റെ ഹാൽ. അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഇങ്ങനെ
കേൾക്കില്ല സഹോദരന്മാർ, എന്തൊരു അഭിമാനമാണ്. ആ ഊർജ്ജല്ലേ നമുക്ക് താജിൽ ഉലമ ഉള്ളാളത്തൊപ്പം അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. എബി ഉസ്താദിന് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അറിയപ്പെട്ട ഒരു മഹാമനീഷി. നമ്മൾ ആലോചിക്കുക, നമുക്ക് ചെല്ലാം. إن بيتا أنت ساكنه ليس محتاجا إلى السرج صل رب العالمين على سيد الكونين والسرج قريشي വിരിഞ്ഞൊരു മലരാണ് മഹകുദരത്തിനുടയോന്റെ നബിയാണ് ഖുർആനിൽ വായിൽ തന്ന കമറാണ് ഹക്കിൻ കലിമത്തിനുറപ്പിച്ച സയ്യിദാണ് ഖുറൈശിയിൽ വിരിഞ്ഞൊരു ഞാൻ വിളിക്കാം. സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ് വസല്ലം അലൈഹി യാ ഹബീബല്ലാഹ്. पढ़िए ना सल्लल्लाहु सल्लल्लाहु अलैहि या रसूल अल्लाह वसल्लम अलैहि या हबीब मदीने की क्या बात मदीने की क्या बातें मदीने की क्या बातें मदीने की अरे सारी दुनिया गाती है हैरात मदीने की. पढ़िए ना सल्लल्लाहु सल्लल्लाहु अलैहि या पढ़िए सल्लल्लाहु अलैहि या वसल्लम अलैहि या हबीब तेरे सदके में आका सारे जहां को दीन मिला. बेदीनों ने कलमा पढ़ा बोलो ला इलाहा इल्लल्लाह बोलो हस्बी रब्बी जल्लल्लाह माफी कल्बी गैरुल्लाह नूर मुहम्मद सल्लल्लाहु ला इलाहा इल्लल्लाह हस्बी रब्बी जल्लल्लाह माफी कल्बी गैरुल्लाह नूर मुहम्मद सल्लल्लाहु ला इलाहा इल्लल्लाह हस्बी
पीछे वालों सब मिलकर बोलो, सब मिलकर बोलो, सब मिलकर बोलो, सब मिलकर बोलो, हाथ उठाकर बोलो। Firstly to last, every single person, please raise your hands. सरकार की आमद, मरहबा से मरहबा, सरकार की आमद, दिलदार की आमद, दिलदार की आमद, आका की आमद, सरकार की आमद, दिलदार की आमद, आका की आमद, ओला की आमद, दाता की आमद, मरे गवाया मुस्तफा, 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 मरे गवाया मुस्तफा। सरकार की आमद, मरहबा, सरकार की आमद, मरहबा, दिलदार की आमद, मरहबा, सब मिलकर बोलो, मरहबा, सब मिलकर बोलो, मरहबा, शर्माना छोड़ो, मरहबा, मरे गवाया मुस्तफा, मरे गवाया मुस्तफा, मरे गवाया मुस्तफा, मरे गवाया मुस्तफा। मुबारक हो गोशा पर्दे से पाकर आने वाले, मुबारक हो गोशा पर्दे से पाकर आने वाले। मुबारक हो गोशा पर्दे से पाकर आने वाले। मैं चल जाऊं, मैं चल जाऊं, मैं चल जाऊं, तुम्हारा आज या फरानी वाला है। मरे गवाया मुस्तफा, मरे गवाया मुस्तफा, मरे गवाया मुस्तफा, मरे गवाया मुस्तफा। सरकार की आमद, मरहबा, दिलदार की आमद, मरहबा, सब मिलकर बोलो, मरहबा, शर्माना छोड़ो, मरहबा, मरे गवाया मुस्तफा, मरे गवाया मुस्तफा, मरे गवाया मुस्तफा, मरे गवाया मुस्तफा। आज झूमोगे तो अब झूमोगे दीवाना करना, आज झूमोगे तो अब झूमोगे दीवानो। मैं चल जाऊं, मैं चल जाऊं, मैं चल जाऊं, तुम्हारा आज या फरानी वाला है। मरे गवाया मुस्तफा, 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 मरे गवाया मुस्तफा। I wish to be close to my beloved. I dream to walk in the streets of Medina, and you could not tell so much meaning by visiting you, oh Muhammad. Assalamu alayka ya Rasulallah. Assalamu alayka ya Habibi, ya Nabi Allah. सरकार की आमद, मरहबा, मरहबा, की आमद, 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 दाता की आमद, दाता की आमद, दाता की आमद। सरकार की आमद, दिलदार की आमद, आका की आमद, औला की आमद। अस्सलामु अलैका या रसूल अल्लाह। अस्सलामु अलैका या हबीबी, या नबी अल्लाह। अस्सलामु अलैका या रसूल अल्लाह। अस्सलामु अलैका
उनका चर्चा अपने दिल चमका ऊंचे में ऊंचा नबी का झंडा ऊंचे में ऊंचा नबी का झंडा बरकत वाला नबी का झंडा सबसे आला नबी का झंडा सबसे वाला नबी का झंडा हर घर में लग रो पुकारा या रसूल अल्लाह या हबीब अल्लाह या रसूल अल्लाह या हबीब अल्लाह बोलो ना सरकार के आमद सरकार के आमद सरकार के आमद आका की आमद मौला की आमद दादा की आमद मौला की आमद दादा की आमद मौला की आमद मरहबा طلع البدر علينا طلع البدر علينا من ثنيات الوداع طلع البدر علينا من ثنيات الوداع وجب الشكر علينا ماذا لله إلهي يا رسول الله يا حبيب الله بولنا يا رسول الله يا حبيب الله بولنا सरकार के आमद सरकार के आमद सरकार के आमद आका की आमद मौला की आमद दादा की आमद मौला की आमद दादा की आमद नूर की आमद मरहबा नूर की आमद मरहबा नूर की आमद मरहबा أنت شمس أنت بدر أنت شمس أنت بدر أنت نور فوق نوري أنت الكثير وعلي أنت مصباح صدوري يا رسول الله يا حبيب الله ونقولنا يا رسول الله يا حبيب الله ونقولنا يا رسول الله يا حبيب الله उसके कर्म के सभी भिखारी क्या राजा महाराजा है क्या राजा महाराजा है उसके कर्म के सभी भिखारी क्या राजा महाराजा है कुर्सी पर कोई भी बैठ राजा तू मेरा बाजा है 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 कनाडला बुसकरा के लाल है कनाडला बुसकरा के लाल है मेरा होगी न मोगा मैंने गया लगे मेरा होगी न मोगा मैंने गया लगे कनाडला बुसकरा के लाल है मेरा होगी न मोगा मैंने गया लगे दीवानों को किस बात का निर्मला लगे राजा तो अपनी बड़ी जगह पूरा लगा लगे कुर्सी पर कोई भी बैठे राजा तो मेरा बाजा है 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 सारी हिंद का घे राजा मेरा बाजा महाराजा सारी हिंद का घे राजा मेरा बाजा महाराजा सारी हिंद का घे राजा मेरा बाजा महाराजा उसके कर्म के सभी अधिकारी क्या राजा महाराजा के क्या राजा महाराजा के क्या राजा महाराजा के उसके कर्म के सभी अधिकारी क्या राजा महाराजा के कुर्सी पर कोई भी बैठे राजा तो मेरा बाजा है राजा तो मेरा बाजा है राजा तो मेरा बाजा है പരസ്യം നമുക്ക് ഇൻഷാ അല്ലാഹ് ജിമീറിലേക്ക് എത്തിക്കാം. സഫ്വാന്റെ അതിമനോഹരമായ ഖവാലി സഫ്വാൻ
വളരെ മനോഹരമായ കവാല് ആലാപന വേളയില് നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഒരു ചെറിയ ചോദ്യം ചോദിച്ചോളൂ അല്ലേ? ഏതായിരിക്കും അത്? ഏതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. മാപ്പിളപ്പാട്ട് സാഹിത്യ ശാഖയിൽ കണ്ടുകിട്ടിയ കൃതിമ ആദ്യത്തത് ബദ്രീസ പാട്ടല്ലേ? മുഹ്യദ്ദീൻ ഉറപ്പാണ്. ഏകദേശം രചിച്ചിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? 418 വർഷമായി. കൊല്ലവർഷം 782 മുഹ്യിദ്ദീൻ മാലയുടെ രചന നിർവഹിക്കുന്നത്. 418 വർഷമായി. ഏതാവട്ടെ, മാലയിലെ ഒരു ചരിത്രം ഇതിവൃത്തമാക്കിക്കൊണ്ടുള്ള ഒരു വരിയുണ്ട്. ഷെയ്ഖ് നൂറുദ്ദീൻ ഷത്റമി തങ്ങൾ തന്റെ ബഹജയിൽ ഒരു ചരിത്രം വിശദീകരിച്ചിട്ടുണ്ട്. റസൂൽ അള്ളാഹു സുൽത്താൻ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിറഹുൽ തങ്ങൾ അവിടുന്ന് ഭുജിച്ചു വെച്ച എല്ലിന്മേൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ദ്രവിച്ചു പോയ നുരുമ്പിപ്പോയ എല്ലുകളെ ജീവിപ്പിക്കുന്ന ജഗന്യന്താവിന്റെ അനുമതിയോടെ ഇത് അബ്ദുൽ ഖാദർ പറഞ്ഞു എഴുന്നേൽക്കുക. അത് പരിപൂർണമായ ഒരു പെടക്കോഴിയാകുകയും എന്നിട്ട് അതിനെ കൊണ്ട് ഭൂകിപ്പിക്കുകയും ചെയ്തു. എങ്കിൽ ഈ ചരിത്രം ഇതിവൃത്തമാക്കിക്കൊണ്ട് മുഹ്യിദ്ദീൻ മാലയിൽ ഒരു വരിയുണ്ട്. ഏതാണ് ആ വരിയെന്ന് അറിയുന്ന ആർക്കും കൈ ഉയർത്താൻ വയ്യ. ഏതാണ് ആ വരി? അഥവാ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ തിന്നു വെച്ച കോയിന്റെ എല്ലിന്മേൽ കൈവച്ചുകൊണ്ട് പരിപൂർണമായൊരു പെടക്കോഴിയെ സൃഷ്ടിച്ചെടുക്കുകയും എന്നിട്ട് ഫസാഹത്ത് എന്നിട്ട് അതിനെ കൊണ്ട് കൂകിപ്പിക്കുകയും ചെയ്തു. ഈ ചരിത്രം ഇതിവൃത്തമാക്കിക്കൊണ്ട് മുഹ്യിദ്ദീൻ മാലയിലെ വരി ഏതെന്ന് അറിയുന്ന ആർക്കും ഇപ്പൊ തന്നെ കൈപോക്കാവുന്ന ആർക്കും കൈപോക്കാം. ഏതാണ് ആ വരി എന്നുള്ളതാണ്. ഉണ്ടോ? അറിയുന്നില്ല? അറിയുന്ന ആർക്കും കൈപോക്കാം. ഏതായിരിക്കും ആ വരി? ആരുണ്ടോ? മുതിർന്ന ആരെങ്കിലും ഉണ്ടോ നോക്കുന്ന? സ്പോട്ട് ലൈറ്റ് കൊണ്ട് കിട്ടുന്നില്ല. ഇവിടെ എന്താ? ആരാണ്? ഒന്ന് പറഞ്ഞതല്ലേ, ഒരു സമ്മാനം വാങ്ങിയ 2 പറ്റൂല, നിയമവിരുദ്ധ. ഇവിടെ ഒരു മോനുണ്ട്, ഇൻഷാ അല്ലാഹ് ഒരു കുഞ്ഞു മോന് ഇവിടെ ഉണ്ട്. ആ മോനിക്ക് വരാം. പതിപാലതിലും തൂതിയേറും മുക്കിയ ഇടമിലവടിവിന് ഉടയവൻ പടിത്തുള്ള നബിയുള്ള കല്യാണമേ കോഴിക്കോട്ടത്തുറ തന്നിൽ പിറന്നോവർ കോർമ ഇതൊക്കെയും നോക്കിയെടുത്തോവർ എന്നാണ് ഈ വരിയെങ്കിൽ ആ വരി ശരിയല്ല. ഇൻഷാ അല്ലാഹ്